പ്രിയപ്പെട്ടവരെ, അതിനിർണായകമായ ഒരു ഫോൺ സംഭാഷണത്തെ പറ്റിയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. കേരള രാഷ്ട്രീയം ചാനൽ ചർച്ചകൾക്ക് ചുറ്റും വട്ടം കടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ഒരു പരിധിവരെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ചിന്താശേഷിയുള്ളവർ പൊതുവെ അവയെ അവഗണിക്കുന്ന കാലമാണിപ്പോൾ. ജയശങ്കരൻ വക്കീലും ശ്രീജിതൻ പണിക്കാരനും പിന്നെ പേരിനൊരു കോൺഗ്രസ് ചാമക്കാരെയുമൊക്കെ അരങ്ങുവാണ അന്തിച്ചർച്ചാ രംഗത്തേക്ക് പൊടുന്നനെ വന്ന ഒരു ധൂമകേതു പോലെ എന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. മൂക്കില്ലാ നാട്ടിലെ മുറിമുക്കൻ രാജാവായി മാറിയ രാഹുൽ മാങ്കൂട്ടം എന്ന 30 വയസ്സുള്ള യുവാവ് പോപ്പുലറായി മാറാൻ ഏറെ സമയം വേണ്ടി വന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അന്തിച്ചർച്ചകൾ അധികം കാണാത്ത ഞാനൊക്കെ ഇവൻ്റെ 2-3 പ്രകടനങ്ങൾ കണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി. കാരണം ചുറ്റുമിരിക്കുന്നവരൊക്കെ തന്നെ ഊളകളായിരുന്നല്ലോ. കവികളായ സച്ചിദാനന്ദൻ, അയ്യപ്പപ്പണിക്കർ, പിന്നെ നിരൂപകൻ രാജകൃഷ്ണൻ തുടങ്ങിയവരുടെയൊക്കെ ശിഷ്യനായ ഞാൻ ഉയർന്ന നിലവാരവും മഹത്വവുമുള്ള ഏറെപ്പേരെ ജീവിതത്തിൽ കാണുകയും അവരുമായി ഇടപഴകുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവൻ അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടില്ല. പക്ഷേ അമ്മാതിരി മഹത്വങ്ങൾ ഏറെ കാണാത്ത നമ്മുടെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും പിന്നെ സീരിയൽ സ്ത്രീകൾക്കും അവൻ ഹീറോ ആയതിൽ എനിക്ക് അത്ഭുതവുമില്ല. പിന്നെ കേൾക്കുന്നത് അവൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകളൊക്കെ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ കാര്യമാണ്. സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയെന്നും കേട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർഷങ്ങൾ ജയിലിൽ കിടന്ന നെഹ്റുവും മറ്റും ഒരിക്കലും പറയാത്തതുപോലെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ജയിലിൽ കിടന്ന ഒരു യുവനേതാവ് താനാണെന്നും മറ്റും അവൻ ഗീർവാണം അടിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അവൻ MLA ആയി, ഗ്ലാമർ കൂടി. ആ ഗ്ലാമർ കളയാതിരിക്കാൻ ബ്യൂട്ടീഷ്യനും കൂടെ കൊണ്ടു നടക്കുന്ന പണി തുടങ്ങി. അവൻ്റെ പാർട്ടിയിലെ ഗ്രാഫും ഉയർന്നു. പക്ഷെ പെട്ടെന്നാണ് എല്ലാം കീഴ്മേൽ മറിഞ്ഞത്. ഒന്നിനു പുറകെ ഒന്നായി സ്ത്രീപീഡന ആരോപണങ്ങൾ വന്നു. പിണറായി അവൻ്റെ പൊളിറ്റിക്കൽ ഗ്ലാമർ കണ്ട് പേടിച്ചവനെ ഒതുക്കാൻ കള്ളക്കേസുകൾ ഉണ്ടാക്കിയതാണെന്നൊരു ഭാഷ്യം. അയാളെ, അതായത് പിണറായിയെ എടാ പിണറായി എന്ന് അവൻ വിളിച്ചതിൻ്റെ പക തീർക്കാൻ അവനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയതാണെന്ന് മറ്റൊരു ഭാഷ്യം. ഇരകളെ ഭീഷണിപ്പെടുത്തി ഒതുക്കാനുള്ള ശ്രമങ്ങളായി. പിന്നെ അവനും കൂട്ടരും അവൻ്റെ മാഫിയയുണ്ടല്ലോ, അവരുടെ പണിയാതായി. എന്നിട്ടും 2-3 യുവതികൾ പരാതി നൽകാൻ മുന്നോട്ട് വന്നപ്പോൾ അവൻ പോലീസിന് പിടികൊടുക്കാതെ ഓട്ടം തുടങ്ങി. പോലീസ് പിന്നാലെയും. ഇവനെതിരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ പൊടുന്നനെ കുറേ യൂട്യൂബർമാർ അവന് കവചം തീർക്കാൻ വീഡിയോയുമായി വന്നതും അവിടെ വന്ന കമൻറ്റുകൾ ഭൂരിപക്ഷം കൂലിക്കാരുടെ ഫേക്ക് ഐഡികളിൽ നിന്നായിരുന്നു എന്നതും എന്നെപ്പോലെയുള്ളവർ അന്നേ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് അവൻ പല സ്ത്രീകളുമായി നടത്തിയ ചാറ്റുകൾ, പ്രത്യേകിച്ച് രാത്രി ചാറ്റുകൾ അവിടെയും ഇവിടെയുമായി പുറത്തു വന്നു തുടങ്ങി. തുടർന്ന് മുൻകൂർ ജാമ്യം കിട്ടിയ കേസ്, കിട്ടാത്ത കേസ്, അങ്ങനെ 3 കേസുകൾ. ഒടുവിൽ പാലക്കാട് ലോഡ്ജിൽ നിന്നും അറസ്റ്റ്, ചെറിയ ജയിൽവാസം, ജാമ്യം. എന്നെപ്പോലെയുള്ളവർ എല്ലാം കണ്ടും കേട്ടും വെറുതെ നിന്നു. വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ രാജൻ ജോസഫ് എന്ന മാധ്യമപ്രവർത്തകൻ കഴിവും ആർജവും ഒക്കെ ഉണ്ടെങ്കിലും പഴയ കമ്മ്യൂണിസ്റ്റ് എന്നും കുടിയനെന്നും ലേവലുള്ള പാർട്ടിയാണ് ആൾ. പുള്ളി ധൈര്യപൂർവ്വം ചില വെളിപ്പെടുത്തലുകളും ചാറ്റുകളും ഒക്കെ കേരള സമൂഹത്തിന് മുന്നിൽ വെച്ചു. പെട്ടെന്നാണ് ഒരു ദിവസം പൊടുന്നനെ മാങ്കൂട്ടവും അവൻ ഗർഭിണിയാക്കിയിട്ട് ഗർഭമലസിപ്പിച്ച ഒരു യുവതിയും തമ്മിലുള്ള ഏതാണ്ട് 15-16 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് ചില യൂട്യൂബ് ചാനലുകളിലും ഇതര മാധ്യമങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. ഞാനത് സൂക്ഷ്മമായി പഠിച്ചു. സത്യം പറഞ്ഞാൽ ആ പഠനമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കൊടും ക്രിമിനലിനെ എനിക്ക് വ്യക്തമാക്കി തന്നത്. അവൻ്റെ അടിസ്ഥാന സ്വഭാവത്തെപ്പറ്റിയും അവൻ്റെ കുറ്റകൃത്യങ്ങളെപ്പറ്റിയുമുള്ള നിരവധി തെളിവുകൾ ആ ഫോൺ സംഭാഷണത്തിൽ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു എന്നതാണ് വാസ്തവം. ആ ഫോൺ സംഭാഷണം കേരളത്തിലെ പോലീസോ ജനങ്ങളോ ഭരണാധികാരികളോ കോടതികളോ സൂക്ഷ്മമായി പഠിച്ചു എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇന്ന് അഴി എണ്ണാൻ തുടങ്ങിയിരുന്നേനെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുള്ള 3 കേസുകളിലേക്കും പൊതുവായും ഒരു കേസിലേക്ക് പ്രത്യേകമായും വെളിച്ചം വീശുന്ന ആ വൈറൽ ഫോൺ സംഭാഷണം നമ്മുടെ പോലീസും മന്ത്രിമാരും കോൺഗ്രസ് പാർട്ടിക്കാരും സാമാന്യ ജനങ്ങളും നീതിപീഠങ്ങളും അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്തു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും. പ്രത്യേകിച്ചും മറുനാടൻ ജേർണലിസ്റ്റ് I2I അടക്കം നിരവധി യൂട്യൂബർമാരെ കൂലി കൊടുത്ത് വാടകയ്ക്കെടുത്തുകൊണ്ട് കേസുകൾ തേച്ചു മായ്ച്ചു കളയാനും കോൺഗ്രസിൽ എത്രയും വേഗം തിരികെ എത്താനുമുള്ള തീവ്ര ശ്രമങ്ങൾ അവനും മാഫിയ ആരംഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ദിവസേന ഇവനെ അനുകൂലിച്ച് മറുനാടൻ്റെ നേതൃത്വത്തിൽ നിരവധി വീഡിയോകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രസ്തുത ഫോൺ സംഭാഷണത്തിൽ ഓഡിയോ ക്ലിപ്പ് തെളിവായി ഇതുവരെ കോടതികളിൽ സമർപ്പിക്കപ്പെടുകയും ഫയലിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ BNSS 239 239 193 സബ്സെക്ഷൻ 9 193 സബ്സെക്ഷൻ 9
348 348 ആൻഡ് 94 94 ഇവയിലേതെങ്കിലുമൊക്കെ പ്രസക്ത വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം അത് ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ BNS 79 89 351 സബ്സെക്ഷൻ 3 79 89 ആൻഡ് 351 സബ്സെക്ഷൻ 3 തുടങ്ങി 4-5 വകുപ്പുകൾ ആ ഫോൺ സംഭാഷണത്തിൽ തികച്ചും പ്രസക്തമാണ്. അവൻ്റെ തികഞ്ഞ സ്വാർത്ഥതയും ക്രൂരതയും കൗശലവും കപടാഭിനയ സാമർഥ്യവും പക്കാ ക്രിമിനൽ സ്വഭാവവും എല്ലാം അതിൽ തെളിഞ്ഞു കാണാം. പിന്നെ ആ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി അവനാണെന്ന് അതിൽ സുവ്യക്തമാണ്. ആ മാർച്ച് 17 നടന്ന ആ സംഭാഷണത്തിൽ പറയുന്ന പോലെ ആ യുവതിയെ ആകെ തകർത്ത ആ സംഭവം പുതിയ കുറ്റകൃത്യങ്ങളുടെ സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ സംഭാഷണത്തിൽ എത്ര പെട്ടെന്നാണ് അവൻ അടവുകൾ മാറ്റി മാറ്റി വരുന്നതെന്ന് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ്റെ ക്രിമിനലിസം വ്യക്തമായി കഴിഞ്ഞപ്പോൾ ബുദ്ധിമതിയായ ആ യുവതി, ബുദ്ധിമതി എന്ന് ഞാൻ പറയുമ്പോൾ ആരും ചിരിക്കരുത്, ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൾ അവൻ്റെ വലയിൽ വീഴുമായിരുന്നു എന്ന് ചിലർ ചോദിച്ചേക്കാം. ഭർത്താവുമായി ആദ്യ ദിവസം മുതലേ, വിവാഹത്തിന് ശേഷം ആദ്യ ദിവസം മുതലേ പ്രശ്നമുണ്ടായിരുന്ന അവളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു വെൽവിഷർ അഥവാ അഭ്യുദയകാംക്ഷിയായിട്ടാണല്ലോ മാങ്കോട്ടം എന്ന മാങ്കോഴി കടന്നു ചെല്ലുന്നത്. തുടർന്ന് അവളുടെ മാനസിക നിലയും ട്രോമകളും മനസ്സിലാക്കി അവൻ തന്നെ ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് പോലെ, അല്ല അവളങ്ങനെ പറയുന്നത്, ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റി അവനെ. മറ്റൊരു കുടുംബജീവിതത്തെ പറ്റിയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ തീരുമാനിച്ചിരുന്നത്. പിന്നെ എങ്ങനെ തീരുമാനിച്ചിരുന്നത്? ഒത്തിരി പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ കൊടുത്തു എന്ന് അവൻ ഫോണിൽ പറഞ്ഞു തുറക്കുക. പക്ഷേ അങ്ങനെയൊന്നുമല്ലോ നമ്മൾ തീരുമാനിച്ചെന്ന് അവൻ ഫോണിൽ പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം അവളെ പരമാവധി ചൂഷണം ചെയ്ത് ചതിക്കുകയാണ് അവൻ ചെയ്തത്. സമാനമായ രീതിയിൽ സിംഗിൾ മദറായി ഗൾഫിൽ താമസിച്ചിരുന്ന ഹണി ഭാസ്കറേയും വലയിൽ വീഴ്ത്താൻ അവൻ രാത്രിയിൽ ചാറ്റ് ചെയ്തുകൊണ്ട് ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായത് ഓർക്കുക. പക്ഷേ ചതിക്കപ്പെട്ട അവൾ പിന്നീട് ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കി പല പെൺകുട്ടികളെയും വശീകരിച്ച് ഗർഭിണികളാക്കി അലസിപ്പിച്ച് വിദഗ്ധമായി രക്ഷപ്പെട്ടു പോകുന്ന അവനെ ഈ യുവതി അതിവിദഗ്ധമായി തന്നെ കുടുക്കി. ബുദ്ധിമതിയായ അവളുടെ ഓരോ ചോദ്യത്തിനു മുന്നിൽ വാചക കേസരി എന്ന് മണ്ടന്മാർ വാഴ്ത്തിപ്പാടുന്ന രാഹുൽ മാങ്കോഴി ചൂളി ചൂളി ചമ്മി ചമ്മി ഒട്ടി ഒതുങ്ങി ഒന്നും അല്ലാതാവുന്നതും തികച്ചും അസ്വസ്ഥനാകുന്നതും സമനില വിടുന്നതും ആ ഫോൺ സംഭാഷണം കേട്ട കേരള സമൂഹം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. മറുനാടൻ്റെ ഭാഷയിൽ കോൺഗ്രസിൻ്റെ സൈബർ പുലി ഒരു പൂച്ച പോലും ആവാൻ കഴിയാതെ വെറും ചുണ്ടലിയായി മാറുന്ന ദയനീയ ദൃശ്യമാണ് ആ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ ഞാൻ കണ്ടത്. മാധ്യമപ്രവർത്തകൻ ശ്രീ അൻഷാദ് തൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ, നിന്നിൽ എനിക്കൊരു കുഞ്ഞ് വേണമെന്നൊക്കെ പറഞ്ഞ് യുവതികളുടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് യുവതികളെ ഗർഭിണികളാക്കുകയും തുടർന്ന് ഭ്രൂണത്തിന് തന്നെ പേരിട്ടുകൊണ്ട് ഏതാണ്ട് 3 മാസത്തോളം അതിനെ വളരാൻ പ്രോത്സാഹിപ്പിക്കും. തുടർന്ന് അതിന് മനുഷ്യരൂപം വരുന്നതോടെ പൊടുന്നനെ അടവ് മാറ്റി അതിനെ അലസിപ്പിക്കാൻ നിർബന്ധിക്കും. ആഭിചാര പ്രക്രിയയിൽ ഇംഗ്ലീഷിൽ നീക്രോമാൻസി എന്നാണ് പറയുന്നത്. പല സംസ്കാരങ്ങളിലും ഇങ്ങനെ ഒരു ക്രൂരകൃത്യം നടത്തുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. ഇങ്ങനെ സങ്കീർണമായ മനസ്സുള്ള ഒരു കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നല്ല ക്രിമിനോളജിസ്റ്റുകൾക്ക് മാത്രമേ അവനെ എക്സ്പോസ് ചെയ്യാൻ കഴിയൂ. ആ വഴിക്കാണ് കേരള പോലീസും ആഭ്യന്തര വകുപ്പും കോടതികളും രാഹുൽ മാങ്കൂട്ടം കേസുകളിൽ എത്രയും വേഗം നീങ്ങിത്തുടങ്ങേണ്ടത് എന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കട്ടെ. ഒരു കാര്യം പറയട്ടെ, വാചകമടിക്കാൻ മാത്രം കഴിവുള്ളവനെ അവൻ്റെ മറ്റെല്ലാ അയോഗ്യതകളെയും അവഗണിച്ചോ അംഗീകരിച്ചോ നേതാവാക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഭാരതീയരുടെയും കേരളീയരുടെയും മണ്ടൻ മനസ്സാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കൊടും ക്രിമിനലിനെ ഒരു രാഷ്ട്രീയ നേതാവാക്കി വളർത്തിയതെന്നുകൂടി ഞാൻ പറയും. വൈകിയാണെങ്കിലും ഉദിച്ചയായ യുവതിയുടെ ബുദ്ധി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതീവ സൂത്രശാലിയും സമൂഹത്തിന് ഏറെ അപകടകാരിയുമായ ഒരു കൊടും ക്രിമിനലിനെ പൂട്ടാനുള്ള വഴികളാണ് അവൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സാമൂഹ്യ വിപത്തിനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് എന്നേക്കുമായി അകറ്റുക എന്നതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇനി ചെയ്യേണ്ടത്. അതാണ് നീതിബോധമുള്ള ഓരോ പൗരന്മാരും പ്രതീക്ഷിക്കുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എല്ലാ കേസുകളിലും ഒരു നിർണായക തെളിവായി ഈ ഫോൺ സംഭാഷണം മാറ്റാൻ കഴിയും. പുറമേ കാണുകയും പറയുകയും ചെയ്യും പോലെ അവൻ മാന്യനും നിരപരാധിയുമല്ലെന്നും അടിസ്ഥാനപരമായി മനസാക്ഷി തീരെയില്ലാത്ത തികഞ്ഞ കുറ്റവാസനയുള്ളവനാണ് അവനെന്ന് സ്ഥാപിക്കാൻ ആ ഫോൺ സംഭാഷണം തികച്ചും മതിയായ തെളിവ് തന്നെയാണ്. അവൻ കശക്കി എറിഞ്ഞ് നശിപ്പിച്ച കുറേ യുവതികളുടെ മാനത്തിനും ദുഃഖത്തിനും എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും അങ്ങനെ മാത്രമേ ആ ഫോൺ സംഭാഷണത്തെ കാണാവൂ. മനസാക്ഷിയുള്ളവർക്ക് അങ്ങനെ മാത്രമേ അതിനെ കാണാനുമാവൂ. ഇത് എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ്. നിർത്തട്ടെ.